നമസ്കാരം, ഗീത സ്പെഷ്യലിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഓണ വിഭവത്തിനോടനുബന്ധിച്ച് ഞാനിന്ന് തയ്യാറാക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള 2 കറികളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഓണത്തിനല്ല, അല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോവയ്ക്ക കൊണ്ട് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കോവയ്ക്ക അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ടാണ് മുറിച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇത്രയും ചെറുതാക്കി തന്നെ മുറിച്ചേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് കടുകെണ്ണ, പിന്നെ ഉപ്പ്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, മുളക് പൊടി 2 സ്പൂൺ, ജീരകപ്പൊടി, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജീരകപ്പൊടിയാണ്, പിന്നെ കായം, വിനീഗർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ വിനീഗറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പാത്രത്തിലേക്ക് ഈ കടുകെണ്ണ ഒഴിച്ച് കോവയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വാട്ടിയെടുത്താൽ മതി. അതല്ല കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കടുകെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നുമല്ല, കടുകെണ്ണയാണ് എടുക്കുന്നത്. അതൊഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. ഒരു 8 കോവയ്ക്കകളുണ്ട്, വലുതായതുകൊണ്ടാണ് ഇത്രയും. അതിടാം. സാധാരണ നമ്മൾ കോവയ്ക്ക കൊണ്ട് തീയൽ അല്ലെങ്കിൽ തോരൻ, മെഴുക്കുവരട്ടിയൊക്കെയാണ് തയ്യാറാക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതിനകത്തേക്ക് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഉപ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടത് വെന്തോളും. അപ്പോൾ നമുക്കതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കോവയ്ക്ക നല്ലതുപോലെ വാടിയിട്ടുണ്ട്. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വരുന്ന പോലെ അത്ര ഫ്രൈ ആയിട്ട് എടുക്കണ്ട. അത് നിങ്ങൾ അങ്ങനെ എടുക്കുന്നത് കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള പാകത്തിന് എടുത്തേക്കാണ്. അപ്പോൾ 10 കോവയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടി ചേർക്കാണ്. ഇത് 2 സ്പൂൺ മുളക് പൊടിയാണ്. 10 എണ്ണത്തിന് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. അത് ചേർത്തു. പിന്നെ ഉലുവ, പിന്നെ നമ്മൾ സാധാരണ അച്ചാറിൽ ചേർക്കുന്ന നമ്മളുടെ കായപ്പൊടി. അതൊരു 2-3 ഒരു 1/4 സ്പൂൺ കായം, അത്രയും കൂടെ ചേർക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഈ കോവയ്ക്ക ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ മാങ്ങാച്ചാറോ നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് അച്ചാറൊന്നുമില്ല, ഒരു ഗസ്റ്റൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണിത്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകമുണ്ടോ എന്ന് നോക്കുക. ഇച്ചിരിയും കൂടെ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ ജീരകപ്പൊടിയാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു മണം വരുത്തുന്നത്. അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ശകലം വേപ്പിലയും കൂടെ അങ്ങ് ചേർത്താൽ ഓക്കെ ആയി. ഒരു തണ്ട് വേപ്പിലയും കൂടെ ഞാൻ ചേർത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. കോവയ്ക്ക കൊണ്ട് ചെയ്യാൻ പോകുന്ന അടുത്ത റെസിപ്പി എന്ന് പറയുന്നത്
കോവയ്ക്ക നമ്മൾ എന്താ പറഞ്ഞ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഞാൻ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ 4 ഇതായിട്ട് തുറന്ന് മുറിച്ച് വെച്ചേക്കുകയാണ്. അതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുക്കുക. വറുക്കാനായിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കോവയ്ക്ക നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ഇങ്ങനെ ഫില്ല് ചെയ്യുക, മാറ്റി വയ്ക്കുക. എല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചീനച്ചട്ടി അല്ലെങ്കിൽ പാത്രം ഏതെങ്കിലും അടുപ്പത്ത് ചൂടാക്കാനും കൂടെ വെച്ചോളാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഞാൻ ഈ കോവയ്ക്ക ഇതുപോലെ എല്ലാ ഉള്ളിലും ഇങ്ങനെ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കാം. നമ്മളുടെ കോവയ്ക്ക ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിടുകയാണ്. അപ്പം മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. കോവയ്ക്ക ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ശരിക്കും മീൻ ഫ്രൈ ചെയ്ത ഒരു മണമാണ് വന്നത്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതേ കോവയ്ക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ എന്താ പറയുക ഇങ്ങനെ ഫ്രൈ ചെയ്ത കോവയ്ക്ക മാറ്റിയതിന് ശേഷം ചീനച്ചട്ടി മീനൊക്കെ നമ്മൾ പുരട്ടിയെടുക്കുന്ന പോലെ തന്നെ ഈ ചട്ടിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് പുരട്ടി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ളതുമായ ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.